നമ്മുടെ ക്യാമ്പസുകളെ മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ക്രിമിനലുകളുടെ കാച്ച്മെൻ്റാക്കി മാറ്റിയപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഈ ക്യാമ്പസുകൾ വിട്ടു പൊക്കളഞ്ഞു. ഇന്ന് കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പിള്ളേരുൾപ്പെടെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവരാരും പിള്ളേർ ഇവിടെ പഠിപ്പിക്കുന്നില്ല. നേതാക്കന്മാരെടുത്ത് നോക്കിക്കൊള്ളുക. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വലിയൊരു വളരെ പ്രോഗ്രസീവ് എന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രി മകളെ സ്കൂളിൽ ചേർത്തപ്പോൾ എൻ്റെ മകളെ സർക്കാർ സ്കൂളിൽ ചേർത്തു എന്ന് പറഞ്ഞ് വലിയ പത്രത്തിൽ വാർത്ത വന്നു. സർക്കാർ സ്കൂളിൽ ചേർന്നു. +2 കഴിഞ്ഞപ്പോൾ ആളെവിടെ പോയി? എന്തെങ്കിലും അറിയാമോ നമുക്ക്? അതുപോലെ എത്ര പേര്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വനിതാ നേതാവ് ഉണ്ടായിരുന്നു. അവരെ ഞാൻ പിന്നീട് കാണുന്നത് ഈ കാരണഭൂതം ഡാൻസ് കളിക്കുമ്പോഴാണ്. അവരൊരിക്കലും പോസ്റ്റ് ഇടുന്നു, മരുമകന് ഇംഗ്ലണ്ടിൽ നിന്ന് MBA കിട്ടി. മുഴുവൻ ഇത്തരത്തിലുള്ള ഇവരാരും തന്നെ ഇവരുടെയൊക്കെ മക്കളും മരുമക്കളും ബന്ധുക്കളും എല്ലാം വരേണ്യരായി ജീവിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവർക്ക് വേണ്ടി അടിയുണ്ടാക്കാനൊക്കെ പോകുന്നത്. ഇവരെല്ലാം നമ്മൾ മറ്റേ ഹിസ്റ്ററി ഷീറ്റർ പോലെ ഒരു ലിസ്റ്റിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഈ ജീവിതം, ഇതാണ് ശരിക്കുള്ള ആട് ജീവിതം, ഈ ജീവിതം നയിക്കാനേ നിങ്ങൾക്ക് മാർഗമുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനമില്ല. കേരളത്തിലെ അച്ഛനമ്മമാരും മറ്റുള്ളവരും ഇത് മനസ്സിലാക്കണം. കുട്ടികളെ ഇപ്പോൾ പലരും കേരളത്തിലെ ക്യാമ്പസുകളിൽ പിള്ളേരെ അയക്കാത്തതിന് കാരണം ക്രിമിനാലിറ്റിയാണ്. ഞാൻ തന്നെ പലരോടും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളം വിട്ടു പോകുന്നത്. കാരണം +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കേരളം വിട്ടുപോവാണ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോവാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് IFS കിട്ടിയ ഒരു കുട്ടി, അത് വളരെ വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിലാണ്, ഏഷ്യാനെറ്റിലാണ് അത് പ്രധാനമായിട്ടും വന്നേ. ആ കുട്ടിക്ക് 100-200 രൂപ പോലും കുടുംബത്തിന് ഒരു ദിവസം വരുമാനമില്ല. അത് പോയി പഠിച്ചിരിക്കുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ്. കാശില്ലായിട്ട് പോലും അത് അവിടെ പോയി പഠിച്ചിരിക്കുന്നത്. അതിനുള്ള അവയർനെസ് തന്നെ ഉണ്ടായി. ഇവിടെ കിടന്നിരുന്നെങ്കിൽ വഴിയാധാരമായേനെ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് ഇവരാണ്. നമ്മളെല്ലാം ഇത്തരം സർക്കാർ കോളേജുകളിൽ പഠിച്ച് ഉയർന്നു വന്നവരാണ്, വെറും വളരെ തുച്ഛമായ ഫീസ് കൊടുത്ത്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇത്തരം സംവിധാനങ്ങൾ ഇവർ മുഴുവൻ നശിപ്പിച്ചിട്ട് അത് മുഴുവൻ ഇവരുടെ മിലീഷ്യകളുടെ കാച്ച്മെൻറ്റുകളാക്കുകയും ഇവരുടെ മക്കളെ നാടുകടത്തുകയും അവരെല്ലാം അവിടെ പോയിട്ട് സുഖമായി ജീവിക്കുകയും ചെയ്തു. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇംഗ്ലണ്ടിൽ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന CPM വേറൊരു ഇടതുപക്ഷ പാർട്ടിയുടെ മകൻ, ഞാൻ ശരിക്കും അന്തപ്പെട്ടു പോയി. അയാൾ കിറ്റ് മേടിച്ച് സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കി പറത്തി കിടക്കുകയാണ്. ഇത് വാർത്തയിൽ വന്നാണ്, TV വാർത്തകളിൽ വന്നാണ്. ഇങ്ങനെയാണ് ഇവരുടെ എല്ലാം ജീവിതം. രസകരമായ കാര്യം, ഇവരൊന്നും അമേരിക്കയിലില്ല, ധാരാളം പേര് യൂറോപ്പിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനകത്ത് യൂറോപ്പിൽ ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ട് ധാരാളം ജോലി സാധ്യതയുള്ളത് കൊണ്ടൊക്കെ അവർ യൂറോപ്പ് തുറന്നിട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽപ്പെട്ട ഇവരുടെ ബെനിഫിഷ്യറി ഇക്കോസിസ്റ്റത്തിൽപ്പെട്ട ആളുകളുടെ മക്കൾ ഒരു വലിയ വിഭാഗം യൂറോപ്പിലാണ്. എന്നിട്ട് ഇവിടെ കിടന്ന് ഈ പിള്ളേർക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാനും ഇവരെ ഇത് വിരളി പിടിപ്പിക്കാനും. ഇതിനകത്ത് IAS ഓഫീസർമാർ വരെയുണ്ട്. റിട്ടയർ ചെയ്ത് ജീവിതകാലം മുഴുവൻ സുഖമായി അധികാരത്തിലിരുന്ന് ആസ്വദിച്ച IAS ഓഫീസർമാരും ഇതേ ലുംബനിസമാണ് കാണിക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ധാർമ്മിക രോഷവും സങ്കടവും എല്ലാം കാണുന്നത്. നമ്മുടെ ഇത്രയും മനോഹരമായൊരു സംസ്ഥാനത്തിന് ഇങ്ങനെ കുട്ടിച്ചോറാക്കിയതിന് ഇവർ മറുപടി പറഞ്ഞു.